നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനപ്പോ ഇന്നൊരു വ്ലോഗ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. ഇന്ന് ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ബിക്കോസ് ഞാൻ മോർണിംഗ് എഴുന്നേറ്റ വീഡിയോസ് ഒന്നുമില്ല. ഞാൻ ഇപ്പോഴാണ് പ്ലാൻ ചെയ്തത് ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നേ എന്നുള്ളത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം എന്നുള്ളത്. ബിക്കോസ് ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് ഇപ്പൊ സമയം ഏകദേശം 12 കാലമായിട്ടുണ്ട്. ഞങ്ങൾ ചെറുതായിട്ട് കഴിച്ചിട്ട് നമ്മളിപ്പോ ഒന്ന് പുറത്തേക്ക് പോവാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബിക്കോസ് അടുത്ത ആഴ്ചയില് എൻ്റെ ഒരു കസിന്റെ കല്യാണം ഉണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഡെന്റൽ ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അപ്പോയിന്റ്മെന്റ് അവിടെ പോകണം. ദെൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. ലൈക്ക് എനിക്ക് ലിപ്സ്റ്റിക് വേണം, പിന്നെ എന്തെങ്കിലും കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. പിന്നെന്താ ചെയ്യാനുള്ളത്? പിന്നെ ബ്യൂട്ടി പാർലറിൽ പോകാനുണ്ട്. പിരികം ഒന്ന് ത്രെഡ് ചെയ്യണം. ആക്ച്വലി അടുത്ത ആഴ്ചയാണ്, പക്ഷെ ഇന്ന് എന്തായാലും പോയേ പറ്റൂ. ബിക്കോസ് മമ്മിയുടെ പിരികം മൈക്രോബ്ലേഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ടച്ച് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് ഇന്ന് ചെല്ലാൻ, ഇന്നാണ് അവർ നമുക്ക് അപ്പോയിന്റ്മെന്റ് തന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് പോകണം. അല്ലെങ്കിൽ കുറച്ച് ദിവസം അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് ബോറായിട്ടിരിക്കും. അതുകൊണ്ടാണ്. പിന്നെ എന്റെ പിരികം മൈക്രോബ്ലേഡിങ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ലൈക്ക് എന്താ പറയാ, ഒരുപാട് ഈ അടിയിലൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെന്താണ്, വേറെ പ്രത്യേകിച്ച് അറിയില്ല. മേ ബി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ ആ ഒരു വീഡിയോയില് നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ പോവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഹെയർ ട്രീറ്റ് ചെയ്തിരുന്നു. ബോട്ടോക്സ് ചെയ്തിട്ടുണ്ട്. നല്ല ഹെയർ ഫോൾ ആയിരുന്നു. അപ്പം അത് ചെയ്തതാണ് ഇത്ര സിൽക്കി ആയിട്ട് കിടക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളതുകൊണ്ട് ഫേസ് ഒക്കെ ഒരുമാതിരി ആയിരിക്കും. അപ്പൊ ഞാന് ക്യാപ്പൊക്കെ ഇടയ്ക്ക് വെക്കാറുണ്ട് പോകുമ്പോ. ഓക്കെ, സോ ഞാനും മമ്മിയും കൂടിയാണ് പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. വെൽക്കം ടു മൈ വ്ളോഗ്. നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഒരുപാട് പ്ലാൻ ഉണ്ട്. അപ്പൊ എനിക്ക് നമ്മളുടെ ആദ്യം എനിക്ക് ഡെന്റൽ ക്ലിനിക്കിലാണ് വരേണ്ടത്. പിന്നെ എന്റെ പല്ലിന് കുറച്ച് പണിയുണ്ട്. അപ്പൊ അതൊന്ന് നോക്കട്ടെ. ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് തിരക്കായിരുന്നു, അതുകൊണ്ടായിപ്പോയി. ക്ലിനിക്കിലെത്തി. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ക്ലിനിക്കാണ് കേട്ടോ. ഇവിടെ ഡോക്ടർ പ്രിയതയാണ് എൻ്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് പല്ലിന് കേടൊക്കെ ഉണ്ട്, അത് അടയ്ക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട്. പിന്നെ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യാറൊക്കെ ഉണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ എന്റെ ഫ്രണ്ടിലെ പല്ലിനൊരു ചെറിയ പെയിൻ ഉണ്ട്. അപ്പം നോക്കിയപ്പോ എവിടെയെങ്കിലും തട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ അത് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൺഡേ എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ട് വേറൊരു ഡോക്ടറിന്റെ. ഇതാണ് ഡോക്ടർ പ്രിയത. സോ പുള്ളിക്കാരത്തിയാണ് എപ്പോഴും ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. നല്ല ഒരു പുള്ളിക്കാരി, ഭയങ്കര അടിപൊളിയായിട്ടോ. എല്ലാം ചോദിച്ചു മനസ്സിലാക്കി എങ്ങനെ നമ്മളോട് സംസാരിച്ചൊക്കെ ഇരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്ര വേദന ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോ കാക്കനാടാണ് താമസിക്കുന്നത്. ആദ്യം ചെമ്പുമുക്കിലായിരുന്നു. അപ്പൊ ഈ ക്ലിനിക്ക് വരുന്നത് ചെമ്പുമുക്കിലാണ്. പക്ഷെ കാക്കനാടിന്ന് ഞങ്ങൾ ഈ ചെമ്പുമുക്ക് ക്ലിനിക്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പ്രിയത ഡോക്ടർ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അങ്ങനെ എന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓരോ കാര്യത്തെ നോക്കി ഓരോന്ന് പറഞ്ഞ് എന്റെ വായിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ എന്റെ 2 പല്ല് അടച്ചിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് സംസാരിച്ചു. ഈ ഫ്രണ്ടിലത്തെ കാര്യങ്ങളൊക്കെ എന്താ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി. അപ്പം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മമ്മിയുടെ പല്ലിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം അതും കൂടി ഒന്ന് ഫില്ല് ചെയ്യണം. ഒരു മുന്നേ അടച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു, അത് ഒന്ന് ഫില്ല് ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ പല്ലിനകത്ത് പിന്നെ ഈ കോഫി നന്നായിട്ട് കുടിക്കും. അപ്പൊ അതിന്റെ ചെറിയ സ്റ്റെയിനുണ്ട്. ചോദിച്ചു ഞാനിപ്പോ ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി പറഞ്ഞു ഇപ്പൊ വേണ്ട, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അവിടുന്ന് മാറി. ഇനി അടുത്ത ഊഴം മമ്മിയുടെയാണ്. മമ്മി ഇതാ ചെറിയതായിട്ട് പല്ലിന്റെ ഒരു ചെറിയ ഒരു പൊട്ടലുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. ഇനി മമ്മിയുടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ വെറൈറ്റി ആയിട്ടൊന്ന് പോയേക്കാന്ന് വെച്ചു. നല്ല രസമുണ്ടല്ലോ. രസമല്ലേ ഇങ്ങനെ മുടി ഉണ്ടാക്കിയിട്ട് തൊപ്പി പോലെ. ഫുഡ് കഴിച്ചില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനിയിപ്പോ ഫുഡ് കഴിക്കണം. 1000 തരുമോ? 1000 തരുമോ ഫുഡ്? ഇനി അടുത്ത സ്ഥലത്തേക്ക്. അതെ, ഇനി അടുത്ത. അവിടുന്ന് നേരെ നമ്മൾ വാഴക്കാലിൽ എപ്പോഴും കയറാറുള്ള ഡാസ്ലേഴ്സിലാണ് വന്നിട്ടുള്ളത്. അവിടെ എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, കുറേ സാധനങ്ങൾ. അപ്പൊ എനിക്ക് 2 ലിപ്സ്റ്റിക് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. സോ ലിപ്സ്റ്റിക് ട്രൈ ചെയ്തു. ലിപ്സ്റ്റിക് പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ എനിക്കൊരു പിന്നെ ബാങ്കിൾസ് വളയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ
മോതിരം വാങ്ങിച്ചു, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ. ഫാൻസി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തതായിട്ടൊരു സാധനമില്ല, എനിക്ക് വേണ്ടാത്തതായിട്ടൊരു സാധനങ്ങൾ ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ പല സാധനങ്ങളും അവിടെ നിന്ന് നോക്കി. അവിടെ ഒത്തിരി നമുക്കിങ്ങനെ ചുമ്മാ കാണാൻ വേണ്ടിയിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം നോക്കി നടന്ന് ഓരോന്ന് ട്രൈ ചെയ്തിട്ടൊക്കെ. ലിപ്സ്റ്റിക് എന്തായാലും എനിക്ക് അർജന്റ് ആയിട്ടുള്ളതായിരുന്നു, കാരണം എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു മാക്കിന്റെ ലിപ്സ്റ്റിക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ വന്നിട്ട് ആരും അടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക് വാങ്ങിക്കല് വലിയ ശീലമില്ല. ഇവന്മാരൊക്കെ എനിക്ക് പരിചയമുണ്ട് കേട്ടോ, കാരണം ഞങ്ങൾ ഇടയ്ക്ക് അവിടെ പോകുന്നതുകൊണ്ട് അവിടെയുള്ള എല്ലാ ആൾക്കാരെയും ഞങ്ങൾക്ക് പരിചയമുണ്ട്. അങ്ങനെ ഒരു ലിപ്സ്റ്റിക് പരിചയം നോക്കി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഷെയ്ഡ്. നമ്മളിപ്പം ഒരു ഇത് ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 2 ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ലിപ്സ്റ്റിക് ഫേസസ് കാനഡയുടെ ആണ് കേട്ടോ. ഇത് ഒരുപാട് ഇൻസ്റ്റയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എടുത്തല്ല, ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഫേസിനും ചുണ്ടിനൊക്കെ നല്ല അടിപൊളിയായിട്ട് തോന്നിയതാണ്. ഒന്ന് ഫേസസ് കാനഡ, പിന്നെ ഒന്നും അധികം അവിടെ നല്ല മോമിങ് ഉള്ളതാണെന്നാണ് പറഞ്ഞത്. മേരി ജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്, അതെനിക്കറിയത്തില്ല, ഞാൻ ഇട്ടപ്പോൾ അത് ഓക്കെ ആയിരുന്നു. പക്ഷേ ഫേസസ് കാനഡ അടിപൊളിയായിരുന്നു. പിന്നീട് ഞാൻ ഇട്ടു ഈ മേരി ജോക്ക് മാറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ ചുണ്ടിന്ന് അതിങ്ങനെ നമ്മൾ ചായ കുടിക്കും ഇങ്ങനെ പൊടി പോലെ പോകുന്ന പോലെ തോന്നി. എനിക്ക് അത്ര വലിയ ഓക്കെ ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് എനിക്ക് വുഡിന്റെ വള വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തോണ്ട് നോക്കിയാണ്. കുറെ ട്രൈ ചെയ്ത അവസാനം ആ വളയാണ് ഞാൻ എടുത്തതായിട്ട് വരുന്നത്. ബ്യൂട്ടി പാർലറിലേക്കാ. ഇനി കുറച്ച് പരിപാടി ഉണ്ട് ഇവിടെ. എന്റെ ഹെയർ അത് തിരക്കുണ്ട് പാർലറിൽ. എന്റെ ഹെയർ സീറ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഇത് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പാർലറിൽ എത്തി കേട്ടോ. ഇത് നമ്മുടെ കാക്കനാട് വാഴക്കാലയ്ക്കും പടമുകളിലും ഇടയ്ക്കുള്ള കോളനി പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാർലർ ഉള്ളത്. മീ ഫോർ യു എന്നാണ് പാർലറിന്റെ പേര്. ആക്ച്വലി ഈ പാർലറിലാണ് ഞാൻ എൻ്റെ എല്ലാ ട്രീറ്റ്മെന്റും ചെയ്യുന്നത്. ഷോർട്സ് വീഡിയോയിലൊക്കെ നിങ്ങൾ ഇതിന് മുന്നേ ഈ പാർലർ കണ്ടിട്ടുണ്ടാവായിരിക്കും. എൻ്റെ എല്ലാ ട്രീറ്റ്മെന്റും ഞാൻ ഇവിടെ നിന്നാണ് ചെയ്യാറുള്ളത്. ഇപ്പം എൻ്റെ ലാസ്റ്റ് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം ഹെയർ വാഷ് ചെയ്തതേ ഉള്ളൂ. ഇതിന്റെ ഓണർ മീനു, ഇതേ പുറകെ കിടന്ന് നടക്കുന്ന മീനു എൻ്റെ ഫ്രണ്ടിന്റെ വൈഫാണ്. പുള്ളിക്കാരത്തി നേപ്പാളിയാണ്. ഇപ്പം അപ്പൊ ഇവരിവിടെ വന്നിട്ട് പാർലർ നടത്താണ്. പിന്നെ ഇപ്പൊ എനിക്ക് പിരികം ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി വന്നിട്ടുള്ളത്. അപ്പൊ ത്രെഡിങ് ചെയ്യുന്നത് സഞ്ജനയാണ്. സഞ്ജന അവിടുത്തെ സ്റ്റാഫാണ്. അപ്പൊ അവള് എപ്പോഴും ഭയങ്കര അടിപൊളി കമ്പനി കേട്ടോ. തൊട്ടപ്പുറത്ത് മമ്മി ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, മൈക്രോ ബ്ലേഡിങ്ങിന്റെ ഒരു ടച്ച് ചെയ്യാൻ കൂടി ഉണ്ടായിരുന്നു. അതിനാണ് മമ്മി വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ അവിടെ നിൽക്കുന്ന മമ്മിയുടെ അടുത്ത് നിൽക്കുന്നത് ഈ മീനുവിന്റെ കസിനാണ് കേട്ടോ, കുട്ടി. അവള് നാട്ടിൽ നിന്ന്, നേപ്പാളിൽ നിന്ന് ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിലേക്ക് വന്നതാണ്. പക്ഷെ അവളും ചെറുതായിട്ടൊക്കെ ഓരോന്ന് ചെയ്യൂട്ടോ. അങ്ങനെ നമ്മളുടെ ത്രെഡിങ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഈ പിരികം ത്രെഡ് ചെയ്യുന്നതും ഹെയർ സെറ്റ് ചെയ്യുന്നതൊക്കെ നമുക്കൊരു കല്യാണം ഉണ്ട് നാട്ടില്, അതിന് പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇത്ര നേരത്തെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി പോവാൻ പറ്റില്ല പാർലറിലേക്ക്, അതുകൊണ്ടാണ് കേട്ടോ. സോ അങ്ങനെ എൻ്റെ പിരികം ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ തലയിൽ ഈ സ്കാർഫ് കിട്ടിയേക്കണ എന്താണെന്നറിയോ, മുടി പാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് വെച്ചപ്പോഴത്തേക്കും നല്ല സ്റ്റൈൽ തോന്നി, അതാണ്. പിന്നെ മമ്മി നല്ല വേദന കടിച്ചു പിടിച്ച് സഹിച്ച് കിടക്കുക കേട്ടോ. നല്ല വേദനയായിരിക്കും. അപ്പൊ ഞാനിതിങ്ങനെ നോക്കി ആസ്വദിച്ചോണ്ടിരിക്കുക മമ്മിയുടെ വേദന. അവര് നേപ്പാളി ലാംഗ്വേജിൽ എന്തൊക്കെയോ സംസാരിക്കും കേട്ടോ, ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഹിന്ദി അറിയാം അവർക്ക്. എനിക്കും ചെറിയ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിട്ട് ഹിന്ദി അറിയാം കേട്ടോ. അവർ ഭയങ്കര കമ്പനിയാണ് കേട്ടോ നമ്മളുമായിട്ട്. അവള് ഓരോന്നിങ്ങനെ പറയുന്ന കേൾക്കാം. സഞ്ജന Hello guys, welcome to my vlog. mini vlog. और सपोर्ट करे, शेयर करे, लाइक करे और सब्सक्राइब करे. Thank you so much, love you all. Oh my god. എനിക്ക് അവരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോയിട്ടോ. പിന്നെ സ്റ്റാഫിന്റെ പേര് മനീഷ എന്നാണ്, മറ്റത് സഞ്ജന എന്നാണ് കേട്ടോ കസിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോ ഇറങ്ങാൻ പോവാണ്. മീനു ദീദി വന്നിട്ട് അത് ബായിയൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്തത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വിശക്കുന്നുണ്ട്, പക്ഷെ ഫുഡ് കഴിക്കാനായിട്ട് ഹെവി കഴിക്കാൻ തോന്നുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ MGO ക്വാർട്ടേഴ്സിന്റെ അടുത്ത് എപ്പോഴും നല്ല ഇങ്ങനെ ലൈവായിട്ട് ഈ ബജ്ജികൾ കിട്ടുന്ന കടയുണ്ട് കേട്ടോ. സൂപ്പർ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ മുളക് വെച്ച് നല്ല ചൂട്
ചൂടോടെ കിട്ടും. നല്ല തിരക്കുമായിരിക്കും കേട്ടോ. വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തീരുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഞങ്ങള് ഒരു പ്ലേറ്റ് മുളക് ബജിയും വാങ്ങിച്ചു, ഒരു പ്ലേറ്റ് മറ്റേ കാളിഫ്ലവർ ബജിയും വാങ്ങിച്ചു. ഇത് രണ്ടുമാണ് ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ്. വല്ലപ്പോഴും പോയി കഴിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മമ്മി പറഞ്ഞു ഇപ്പൊ വേണ്ട. പിന്നെ മമ്മി നേരത്തെ ഞങ്ങള് വീഡിയോയിൽ കണ്ടില്ല എന്നേ ഉള്ളൂ, ഞങ്ങൾ അവിടെ നിന്ന് ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മമ്മി പറഞ്ഞു നമുക്കിനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാം, ഇപ്പൊ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അത് കഴിക്കണത്. പിന്നെ ഞാനൊരു ഹോർലിക്സ്, എനിക്ക് പിന്നെ എവിടെ പോയാലും ഒരു ഹോർലിക്സ് മസ്റ്റ് ആണ്. ഞാനൊരു ഹോർലിക്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. മമ്മിക്ക് വേണ്ടാന്ന് പറഞ്ഞു, മമ്മിക്ക് വെള്ളം മതി എന്ന് പറഞ്ഞു. അപ്പൊ മമ്മി വെള്ളമാണ് കുടിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതിലെ പാസ് ചെയ്ത് പോയിട്ടുള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഷോപ്പ്. നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കോട്ടോ ഈ സ്ഥലത്ത് പോയിട്ടുണ്ടെന്നുള്ളത്. കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. ഒരു മുളക് ബജി, ഒരു കോളിഫ്ലവർ ബജിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഒരു സെറ്റ് മുട്ട ബജിയും കൂടെ വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോ മമ്മി പറഞ്ഞു വയറില്ല, വേണ്ട, മതിയായി എന്ന് പറഞ്ഞു. നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ അടുത്തതായിട്ട് പോയേക്കുന്നത് പിന്നെ മമ്മിക്ക് കുറച്ച് സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്, അല്ല അലുമിനിയം, ഇറ്റാലിയ, അങ്ങനെ എന്തൊക്കെയോ പാത്രങ്ങളുണ്ട്. അപ്പം അത് കൊടുത്തിട്ട് മമ്മിക്ക് പുതിയ പാത്രങ്ങൾ എന്തൊക്കെയോ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നല്ല, ചെറിയ എന്തെങ്കിലും റേറ്റ് കിട്ടും. അതിന്റെ കൂട്ടത്തിൽ മമ്മിക്ക് പാത്രങ്ങൾ വാങ്ങിക്കണം എന്ന് പറയുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. കാരണം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ട് നമ്മൾ പോരാറുള്ളൂ. ഞാനും കുറെ പാത്രങ്ങളൊക്കെ നോക്കിയിട്ടോ, കുറെ ചെറിയ നല്ല ബോട്ടിൽസ് ഒക്കെ നോക്കിയിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടുന്ന് നമ്മൾ ഇപ്പൊ തന്നെ എടുക്കുന്നില്ല, ഞങ്ങൾ ഇതൊക്കെ നോക്കി കണ്ടിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ബാക്കി പിന്നെ വന്നിട്ട് വാങ്ങാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ നോക്കി നടക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇത് പ്രായത്തിന്റെ ആണോ എന്ന് അറിയത്തില്ല, ഇപ്പൊ എനിക്ക് പാത്രങ്ങളോടൊക്കെയാണ് ക്രേസ്. നല്ല കുഞ്ഞു കുഞ്ഞു നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ വാങ്ങാനും നോക്കാനും ഒക്കെ ആയിട്ടാണ് ഇഷ്ടമുള്ളത്. ഇനി ഇവിടുന്ന് ഇനി ഇത് വാങ്ങിച്ചതിന് ശേഷം ഇവിടുന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകണം. സമയം ഏകദേശം ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 5 മണി 5:30 ആയിട്ടുണ്ട്. ഇനിയും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുന്ന് വാങ്ങിയിട്ട് ഇനി അടുത്തത് പോകാനുള്ളത് എനിക്ക് ഡ്രസ്സ് നോക്കാനാണ്. എനിക്കൊരു 2-3 ഡ്രസ്സ് എടുക്കണം എന്നുണ്ട്. അപ്പോ അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള 2-3 ഡ്രസ്സ് എനിക്കും മമ്മിക്കും വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഷോപ്പിൽ കയറിയേക്കാണ്. ഇനി നമുക്ക് തപ്പാം ഏതൊക്കെയാ വേണ്ടതെന്നുള്ളത്. ഈ റെഡ് അല്ല, ഇത് ഓറഞ്ച് കളർ പോലത്തെ ആയിരുന്നു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നേ, പക്ഷേ എന്റെ സൈസ് കിട്ടിയില്ല. പക്ഷെ ഇത് കുറച്ച് ഹെവി ആയിട്ട് തോന്നി. ഞാൻ ആക്ച്വലി എന്തായാലും ഇനി വരുന്ന ഫംഗ്ഷന് ഹെവി ഇടുന്നില്ല, സാധാരണയൊക്കെ ഇടുന്നുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ എന്തായാലും നമ്മളിങ്ങനെ കയറുമ്പോഴത്തേക്കും കുറെയൊക്കെ എടുത്ത് നോക്കുമല്ലോ. എനിക്കാണെങ്കിൽ ഈ ഡ്രസ്സിംഗ് റൂമിൽ ചെന്നിട്ട് ഡ്രസ്സ് ഫിറ്റ് ചെയ്ത് നോക്കുന്നതിനോട് തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കൈ കിട്ടുന്നൊക്കെ എടുത്തോണ്ട് പോകും. എനിക്ക് വേണം തോന്നുന്ന ഡ്രസ്സുകൾ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന, എൻ്റെ അത്യാവശ്യം സൈസിൽ വരുന്നതാണ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കും. എന്നിട്ട് പിന്നെ അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്നെങ്കിൽ ഇത് ഷേപ്പ് ആക്കണമെങ്കിൽ ഷേപ്പ് ആക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും വന്നിട്ട് മാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത് കുറേ നേരം വെയിറ്റ് ചെയ്ത് ക്യൂ നിന്നിട്ട് ഒക്കെ വേണ്ടി വരും. അതൊക്കെയാണ് മെയിൻ പ്രശ്നം. പിന്നെ എല്ലാം വലിച്ചൂരി മാറ്റി എടുത്തിട്ട് ഒക്കെ ആയിരിക്കും. അപ്പൊ എനിക്കിങ്ങനെ മിറർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണിത്. സോ അങ്ങനെ നമ്മൾ പിന്നെയും ഒരു 2-3 ഡ്രസ്സ് എടുത്തു. അതിന്റെ കൂട്ടത്തിൽ ഒന്ന് ഞാൻ കണ്ടത് എനിക്ക് കുറച്ച് വലുതായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ബിക്കോസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ലീവ്ലെസ്സിലേക്ക് ഒരു ഇങ്ങനെ നാനോ ചെറുതായിട്ടുള്ളൊരു സ്ലീവ് ആയിരുന്നു അതിനകത്തുള്ളത്. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മേ ബി അതെനിക്ക് പാകമാകുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പൊ നല്ല ചൂടും വെയിലൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ അല്ലേ നമുക്ക് കൂടുതൽ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ നല്ല കോട്ടൺ ഡ്രസ്സുകളൊക്കെയാണല്ലോ കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ നോക്കിയത്. അങ്ങനെ പിന്നെ അതെനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. ബിക്കോസ് അത് ഇട്ടിട്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഓക്കെയാന്ന് തോന്നിയത്. അതുകൊണ്ട് ഞാനത് എടുത്തു. ഇപ്പം ഞാൻ ഇനി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് ആ ട്രൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് എനിക്ക് ആദ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുമാതിരി ബെറ്റികോട്ട് ഇട്ടിട്ട് നിൽക്കുന്ന മാതിരി ഉണ്ട്. മാത്രമല്ല അതിന്റെ ഫിറ്റിങ്ങും കറക്റ്റ് അല്ല. എന്തോ ഒരുമാതിരി ഭയങ്കര ബാഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
അതുകൊണ്ട് ഇത് ഞാൻ എടുത്തിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്തതിന്റെ വേറൊരു ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇടാട്ടോ, ഞാൻ എന്തൊക്കെ ഡ്രസ്സാണ് എടുത്തതെന്നുള്ളത് നിങ്ങളും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഓട്ടമായിരുന്നു ഇന്ന്. ഓടി 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 താഴ്ന്നു. ഇപ്പൊ സമയം ഏകദേശം 7 മണി ആയിട്ടുണ്ട്. അപ്പം മമ്മിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ഓയിലും പിന്നെ അതുപോലെ എന്താ ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് എടുക്കാനുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ തപ്പി നടക്കുകയാണ്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ നോക്കാനുണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിലേക്ക് പോകും, കാരണം ശരിക്കും ടയേർഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ വീട്ടിൽ വന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, നിങ്ങളെ വീഡിയോസ് ഒക്കെ കണ്ടു. നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. എനിക്കും മമ്മിക്കും അവിടെ ഒരു ഡെന്റൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു, അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. ഫാൻസി സ്റ്റോറിൽ പോകാനുണ്ടായിരുന്നു, അത് അവിടെ നിന്നൊക്കെ വാങ്ങിച്ചു. ദെൻ നമ്മള് പാർലറിൽ കയറാണ്ട് പെരിക ഒന്ന് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ബിസി ഡേ ആയിരുന്നു. ലൈക്ക് ബിസി ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ അപ്പത്തേക്ക് കോഫി കുടിച്ചില്ല. കോഫി കഴിക്കാൻ വേണ്ടി വിശന്നു. അപ്പൊ കോഫിയും നല്ല ചൂട്, അത് അവിടെ എപ്പോഴും ഉള്ളതാട്ടോ ആ ചൂട്. ബജ്ജികള്, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇടയ്ക്ക് പോകാറുള്ളതാണ് നമ്മുടെ MGO ക്വാർട്ടേഴ്സിന്റെ അടുത്ത്. ദെൻ അത് കഴിഞ്ഞിട്ട് മമ്മിക്ക് 2-3 പാത്രങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട് 2-3 ഷോപ്പുകൾ പോയി. ദെൻ നമ്മൾ എവിടെയാണ് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത്രയൊക്കെയാണ്. പിന്നെ അതിനിടയ്ക്ക് ഫ്രൂട്ട്സ് വാങ്ങിച്ചായിരുന്നു, റംബൂട്ടാൻ വാങ്ങിച്ചായിരുന്നു. ഇതൊക്കെയാണ്. അപ്പൊ നമ്മളിപ്പോ വീട്ടിൽ വന്ന് കേറി. ഇനിയിപ്പോ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഇടട്ടെ ഗായ്സ്. എന്നിട്ട് ഞാന് ഒരു കറി ഉണ്ടാക്കാം. അല്ലെ കറി അല്ലല്ലോ അതിന് പറയാ, തോരൻ വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ കൊച്ചി സ്റ്റൈല് അച്ചിങ്ങ മെഴുക്ക് വരട്ടി. അതായത് അച്ചിങ്ങയും ചെമ്മീനും കൂടി ഇട്ടിട്ടുള്ള മെഴുക്ക് വരട്ടി. അത് മമ്മി ഉണ്ടാക്കാറുണ്ട്, എന്നാലും ഇന്ന് ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ ഗൂഗിളിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതും കൂടെ ഞാൻ വീഡിയോ കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാട്ടോ ഇന്നത്തെ ദിവസം. ശരിക്കും അടുത്ത് ഓക്കെ. അപ്പൊ ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ ലൈറ്റ് ബാക്കില്ല, ഭയങ്കര എന്താ പറയാ വെളിച്ചം കുറവാണ്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. മമ്മി ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പയറ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് വല്ലാണ്ട് ഉണ്ടാക്കുന്നില്ല. ഞാൻ റെസിപ്പി പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇന്നിപ്പോ ജസ്റ്റ് ഒന്ന് ആക്കുന്നുള്ളൂ. മമ്മി കുറെ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം മമ്മി സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആക്കിക്കോളാം. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അച്ചിങ്ങയും ചെമ്മീനും കൂടെ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ അരിയാനുള്ള സാധനങ്ങളൊക്കെ അരിയാണ്. നമ്മൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ. നമ്മൾ ആകെ ഒരു ജ്യൂസ് കുടിച്ചു, അതിനുശേഷം ആ ബജ്ജികൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോ നമ്മൾ ഇനി ഇത് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടി. അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഉള്ളിലേക്ക് അരിഞ്ഞതിന് ശേഷം മമ്മി ചെമ്മീൻ നന്നാക്കി ക്ലീൻ ചെയ്ത്, അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കേട്ടോ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും അതിന്റെ തലയൊക്കെ മാറ്റി എല്ലാം ഫ്രിഡ്ജിൽ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ വലിയ ചെമ്മീനായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 ചെമ്മീനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക ചെയ്യുന്നത്. നോർമലി ചെറിയ ചെമ്മീൻ വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വലിയ ചെമ്മീനായിരുന്നു, അല്ല ഒരു 2 വിരലിന്റെ മുഴുപ്പിലുള്ള ചെമ്മീനായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് കട്ട് ചെയ്തു. അത് ശരിക്കും ചെറിയ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇനി ഇടാൻ പോകുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു പാൻ എടുത്തിട്ട് ആ പാനിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ അച്ചിങ്ങയും ഈ ചെമ്മീനും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും അതിന്റെ കൂട്ടത്തിൽ ഇത്തിരി ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കും കേട്ടോ. അത് വെന്തതിന് ശേഷം അത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ച് വീണ്ടും ആ പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കടുക് പിന്നെ പൊട്ടിയതിനു ശേഷം നമ്മൾ വേറെ ഒരു കുറച്ച് സാധനങ്ങൾ, അതായത് നമ്മൾ കുത്തി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി ഇട്ട് വാട്ടിയിട്ട് ക്രഷ്ഡ് ചില്ലി ഒക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിലേക്ക് ഈ പയറ് ഈ വേവിച്ചു വെച്ചേക്കുന്ന അച്ചിങ്ങ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനത് ആദ്യമേ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കട്ടിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. മമ്മി അവിടെ വന്നിട്ട് എന്നെ വീണ്ടും എന്തോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും മമ്മിയും കൂടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളിവിടെ ഈ കറണ്ട് പോയാൽ യൂസ് ചെയ്യുന്ന ഒരു ബൾബില്ലേ, കുഞ്ഞ് ലൈറ്റ് വെട്ടം കുറവുള്ള ആ ഇതാട്ടോ നമുക്ക് കിച്ചണിലുള്ളത്. പിന്നെ രാത്രിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയ കാണാൻ പറ്റത്തൊന്നുമില്ല, അതാണ്. അപ്പോ ഇനി നമ്മൾ ആ പയറും പിന്നെ ചെമ്മീനും കൂടെ ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ എന്തായി ഏത് പരുവത്തിൽ എത്തി എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇളക്കി വെച്ചിട്ട് അതൊന്ന് മൂടി വെക്കാൻ പോവാണ്. അടുപ്പിച്ച് വെച്ചിട്ട് അത് മൂടി വെക്കാൻ പോവാണ്. അപ്പൊ ഏകദേശം അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മമ്മി ഇടയ്ക്ക് കയറി വരും. ഞാൻ എന്ത് ചെയ്താലും മമ്മി ഇടയ്ക്ക് കയറി വരും. അപ്പൊ സമയം ഏകദേശം 9 മണിയോളം ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് അപ്പത്തേക്ക് എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ ഇവിടെ ഇരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കുറച്ച് മമ്മിക്കും കൂടെ കൊടുത്ത് ഞങ്ങൾ അത് കഴിച്ചു. അപ്പത്തേക്ക് എന്റെ വിശപ്പ് പോയി. അതാണ് അടുത്ത പ്രശ്നം. എങ്ങനെ ഫുഡ് കഴിക്കാൻ തോന്നിയിട്ടില്ല. ഉണ്ടാക്കി ഇതും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വിശപ്പ് പോയി. ഞാൻ തന്നെ കുറച്ചു നേരം ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു. പിന്നെ കഴിച്ചേക്കാന്ന് വെച്ചാൽ നമ്മള് ഇത് കണ്ടോ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേവിച്ചതായിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിപ്പോ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. ഈ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ട് വേണം ഇനി കടുക് പൊട്ടിക്കാൻ വേണ്ടിട്ട്. മമ്മി അപ്പത്തേക്കും ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കുഞ്ഞു ഇത് എന്താ ഉള്ളി അല്ലെ, ചെറിയുള്ളിയുടെ മമ്മി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ മാറ്റി വെച്ചത് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇടാൻ വേണ്ടിട്ട് പോവാണ്. ഞാനിത് വോയിസ് ഓവർ കൊടുക്കണെന്ന് വെച്ചാൽ എനിക്കൊരു തത്തയുണ്ട്. ഞാൻ വർത്താനം പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് അവൾ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. കടുക് ഇടാൻ പോവാണേ. മൂത്തില്ലേ ഭയങ്കര താത്തിയെ വെച്ചേക്കുന്നത്. കടുക് പൊട്ടുന്നുണ്ട്. ഇപ്പൊ കടുക് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പൊട്ടിത്തെറിച്ച് വരത്തില്ല. പിന്നെ ഇവിടെ മൊത്തം ഇങ്ങനെ എണ്ണ വീണിട്ട് നാശാവുകയില്ല. കഴിഞ്ഞു. നമുക്ക് ഇതിനകത്തോട്ട് ഈ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ വെച്ചത് ഇടാം. ഇഞ്ചിയുടെ താത്തി വെക്കുന്നത് ശരിക്കും വറ്റൽമുളക് ഇടിച്ചാണ് ഇടേണ്ടത്. നമ്മൾ ഓൾറെഡി ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന വറ്റൽമുളകുണ്ട്. അപ്പൊ അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത് ഇച്ചിരി പൊടി കൂടിപ്പോയി. മുളക് പൊടിയായി പോയല്ലോ ഒന്ന്. ഇനി ഇതിങ്ങോട്ട് ഇടാം. നമ്മൾ മാറ്റി വെച്ചത് അങ്ങനെ നമ്മുടെ ചെമ്മീനും പയറും കൂടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അവിടെ വെച്ച് എടുത്താൽ മാത്രം മതി. അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനത് കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റും കൂടെ നോക്കാൻ വേണ്ടിട്ട് മാത്രമേ ഉള്ളൂ. 9:30 കഴിഞ്ഞു. എനിക്കും മമ്മിക്ക് വിശക്കാൻ തുടങ്ങി. ഞാൻ മറ്റേ സാധനം കഴിച്ചോണ്ട് എനിക്ക് വലിയ വിശപ്പില്ല. എന്നാലും ഞാൻ കഴിച്ചേക്കാന്ന് വിചാരിച്ചു. കുറെ സമയമായില്ലായിരുന്നോ. ഇന്നാണെങ്കിൽ രാവിലെ കഴിച്ചിട്ട് പോയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്രയും ഓരോ സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങി ശരിക്കും ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ ഈ വീഡിയോ ഇപ്പൊ തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. സോ ഞാനിപ്പോ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതും കൂടെ കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പയർതോരൻ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ ഒരു പരിപ്പ് മുരിങ്ങക്കായും കൂടെ ചാറുണ്ടായിരുന്നു, പിന്നെ ബ്രിഞ്ചാള് ഫ്രൈയും ഉണ്ടായിരുന്നു, ഫിഷ് ഫ്രൈയും ഉണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് കഴിക്കാനുള്ളത്. അപ്പൊ ഞാനത് കഴിച്ചു ടേസ്റ്റ് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ്. അതാണ് ഇത്ര സന്തോഷം. അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളുടെ ഒരു ദിവസമാണ് കാണിച്ചത്. ബിസി ഡേ ആയിരുന്നു ആക്ച്വലി. അവിടെ ഇവിടെയൊക്കെ പോയതും കുക്കിങ്ങും എല്ലാം കൂടി ഉള്ളൊരു വ്ളോഗായിരുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലത്തെ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കുന്നതിന്റെയും ഒക്കെ ആയിട്ട് റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ ഇനി പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്. പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.